പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെൽഫെയർ പാർട്ടി പിറന്നു വീണ പുലരിയിൽ തന്നെ ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഗവൺമെന്റിനോടും ഈ രാജ്യത്തെ സ്വച്ഛാധിപത്യ പ്രവണതയുള്ള സംസ്ഥാന സർക്കാരുകളോടും സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി അതിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് കടന്നു വരുന്നത്. ഒരു സംശയങ്ങൾക്കും ആശങ്കകൾക്കും കൺഫ്യൂഷനുകൾക്കും ഇടയില്ലാത്തവണ്ണം കേരളത്തിന്റെ ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ പുതിയ നവ ഇന്ത്യയുടെ സൃഷ്ടിപ്പിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് ഇതിനോടകം ഇതുമായി സംവദിക്കുവാനിട ചേർന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ബോധ്യം വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി എന്ന ഭീകരനായ ഭരണാധികാരി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് ഒരു രാത്രിയിൽ ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നോട്ട് നിരോധനത്തിന്റെ കറുത്ത താളുകളെ സമാരംഭം കുറിപ്പിക്കുമ്പോൾ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ ജനങ്ങളെ മുഴുവൻ തെരുവുകളിൽ, ബാങ്കിന് മുമ്പിൽ എല്ലാ സംവിധാനങ്ങളെയും അസ്തമിപ്പിച്ചുകൊണ്ട് നിലയുറപ്പിക്കുമ്പോൾ ആ പ്രഖ്യാപനം കേട്ടതിന്റെ നിമിഷങ്ങൾക്കകം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോട്, മുഴുവൻ മനുഷ്യരോടും വെൽഫെയർ പാർട്ടി പറഞ്ഞു, ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥയെയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന്. ഒരാശങ്കയുമില്ലാതെ ഫാസിസം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണോ, ഇന്ത്യയിൽ നിയോ ഫാസിസമാണോ നിലനിൽക്കുന്നത്, ഫാസിസം ഇനി എത്രമാത്രം ശക്തിപ്പെടാനിരിക്കുന്നു എന്നൊന്നും പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയിൽ, ഈ കേരളത്തിൽ ഒരാശങ്കയുമില്ലാതെ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരാധമനായ ഭരണാധികാരിയാണെന്ന് ഗുജറാത്തിൽ വംശഹത്യയിലൂടെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് കടന്നു വന്ന ആ ചരിത്രം മാത്രമുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഓരോ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടും ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ തീർത്തുകൊണ്ടാണ് ഈ ഭരണാധികാരി അദ്ദേഹത്തിന്റെ വൃത്തികെട്ട നയങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും ഒരു സംശയവുമില്ലാതെ ഫാസിസം വന്നോ ഇല്ലയോ എന്ന ചർച്ചകൾക്കും താത്വിക അവലോകനങ്ങൾക്കും പാർട്ടി സെക്രട്ടറിയുടെ ക്ലാസുകൾ കേട്ടിരിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ തകർത്തുകൊണ്ടാണ്, ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഈ ഭരണാധികാരി ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വളരെ കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാടുകളോടുകൂടി വളരെ സുശക്തമായ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ മതേതര മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ജനാധിപത്യ വിശ്വാസികൾക്ക് കരുത്തു കോരുവാൻ, അവരെ മുന്നിൽ നിന്ന് നയിക്കുവാൻ വെൽഫെയർ പാർട്ടി അതിന്റെ സമാരാധ്യനായ നേതാക്കളുടെ പിന്നിൽ, ശ്രീ റസാഖ് പാലേരിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര സംഘടിപ്പിക്കുകയാണ്. സാഹോദര്യ മൂല്യത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട്, സാഹോദര്യ മൂല്യത്തിന്റെ വിലയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ പരസ്പരം വിദ്വേഷത്തിലും സംശയത്തിലും പരസ്പരം കൊല്ലുന്ന സാമൂഹികാവസ്ഥയെ മാറ്റി നിർത്തേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നിർഭയരായി രാത്രിയും പകലും ജീവിക്കുവാൻ, ഏത് രാത്രിയിലും നിർഭയരായി ആർക്കും സഞ്ചരിക്കുവാൻ, പകലിൽ സുശക്തമായ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ കേരളം, ഒരു ഇന്ത്യ മഹാരാജ്യം പുനർസൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് വെൽഫെയർ പാർട്ടി ഈ കേരളത്തിന്റെ ജനങ്ങളോട് ഈ പദയാത്രയിലൂടെ, ഈ സാഹോദര്യ പദയാത്രയിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. വളരെ വൈകിപ്പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ജനാധിപത്യ പുനഃക്രമീകരണത്തിന് വെൽഫെയർ പാർട്ടി ശക്തമായ നേതൃത്വം കൊടുക്കുവാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ സംസാരങ്ങളിലൂടെ, ഈ സന്ദേശ പ്രചാരണ യാത്രയിലൂടെ, സാഹോദര്യ പദയാത്രയിലൂടെ കേരളത്തിലെ ജനങ്ങളോട് സംവദിക്കുവാനാണ് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും നാട്ടുകാരെയും സഹപ്രവർത്തകരെയും ഊഷ്മളമായി വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം നേരുകയാണ്. ഈ പരിപാടിയിൽ നമ്മളോട് അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നവർ വെൽഫെയർ പാർട്ടിയുടെ സമാദരണീയരായ നേതാക്കൾ ശ്രീ റസാഖ് പാലേരി, അദ്ദേഹം നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും. ഈ ജാഥയിലുടനീളം നിങ്ങൾ നൽകിയ സ്നേഹത്തിന്, നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് അദ്ദേഹം നിങ്ങളോട് നന്ദി സൂചകമായി നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് ചെയ്യും. തീർച്ചയായും ഈ സന്ദേശ പ്രചാരണത്തിന്റെ സംഭാഷണങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ, അവരെ ഓരോരുത്തരെയായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്.
ഈ പരിപാടിയിൽ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ സജീദ് ഖാലിദ് അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പെരുമാതുറയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംസ്ഥാന നേതാവ് ശ്രീമതി പ്രേമാജി പിഷാരടി, അദ്ദേഹത്തെയും ഏവർക്കും വേണ്ടി ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം അർപ്പിക്കുകയാണ്. അസ്ലം ചെറുവാടി വെൽഫെയർ പാർട്ടിയുടെ പ്രവാസി വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന ചെയർമാൻ, അദ്ദേഹവും നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെയും ഈ സദസ്സിന് വേണ്ടി ഈ പെരുമാതുറ നിവാസികൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ജില്ലാ നേതാക്കളായ ശ്രീ അഷ്റഫ് കല്ലറ, എൻ.എം. അൻസാരി സാർ, മധു കല്ലറ തുടങ്ങിയവരെയും ഈ സദസ്സിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രഭാഷണം ചുരുക്കുകയാണ്. ഏവർക്കും വെൽഫെയർ പാർട്ടിയുടെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി. അടുത്തതായി സ്വീകരണ ഹാരാർപ്പണങ്ങളാണ്. വെൽഫെയർ പാർട്ടിയുടെ സമാധാനനായ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ പാർട്ടി ചിറയൻകീട് മണ്ഡലത്തിനു വേണ്ടി സംസ്ഥാന പ്രസിഡന്റിനെ ഹാരാർപ്പണം നടത്തുന്നത് പാർട്ടി മണ്ഡല പ്രസിഡന്റ് അനസ് ബഷീറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഹാരാർപ്പണം നടത്തുന്നത് പാർട്ടിയുടെ മംഗലപുരം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഷുജാഹുദ്ദീൻ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കടനംകുളം പഞ്ചായത്തിന് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഹാരാർപ്പണം നടത്തുന്നത് ഹുസൈൻ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പാർട്ടിക്ക് വേണ്ടി ഹാരാർപ്പണം നടത്തുന്നത് ജില്ലാ കമ്മിറ്റി അംഗം സഫീർ ഒറ്റപ്പനയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പാർട്ടിയുടെ വർക്കല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹനീഫ അവർ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രസിഡന്റ് ഹാരാർപ്പണം നടത്തുന്നത് ഷാഫി സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് വേണ്ടി ഹാരാർപ്പണം നടത്തുന്നത് നാഫി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന് വേണ്ടി പ്രസിഡന്റ് ഹാരാർപ്പണം നടത്തുന്നത് ഷാഹിദ ഹാറൂൺ അവർകളാണ്. ഹാരാർപ്പണ സ്വീകരണത്തിന് ശേഷം ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പദയാത്രയുടെ നായകൻ, ജനനായകൻ, വെൽഫെയർ പാർട്ടിയുടെ സമാധാനനായ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അനസ്, പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കല്ലറ, സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി, വേദിയിലുള്ള അസ്ലം ചെറുവാടി, അൻസാരി, എൻ.എം. അൻസാരി, മറ്റ് ബഹുമാന്യരായ നേതാക്കൾ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ ആരംഭിച്ച ഈ മണ്ഡലത്തിൻ്റെ പദയാത്രയിൽ പങ്കുചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വഴിയിലുടനീളം ഈ യാത്രയെ സ്വീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവരെയും സാഹോദര്യ കേരള യാത്രയുടെ വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിൻ്റെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. ഈ പദയാത്ര ഉയർത്തുന്ന വിഷയം
ഇതിനകം ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വിശദമായ സംസാരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സാഹോദര്യ കേരളത്തെ പടുത്തുയർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടവുമായിട്ടാണ് വെൽഫെയർ പാർട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യം സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തെളിമയാർന്ന ചരിത്രമുള്ള ഇന്ത്യ വിദ്വേഷത്തിൻ്റെയും അപരനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിൻ്റെയും ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ചു നിന്നത് പരസ്പര സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ അടയാളമായിട്ടായിരുന്നു. പക്ഷേ ഇന്ത്യ രാജ്യത്ത് RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധിയായ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈസ്തവ സഹോദരങ്ങൾ ലോകത്തുടനീളം ഈസ്റ്ററും അനുബന്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളുമായി മുന്നോട്ടു പോയ ദിവസങ്ങളാണ്. പക്ഷേ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഈസ്റ്റർ ആഘോഷത്തിന്റെ ഘോഷയാത്രയ്ക്ക് അനുവാദമില്ലത്രേ. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈസ്റ്റർ ആഘോഷത്തിന് വേണ്ടി ചർച്ചുകളിൽ ഒത്തുകൂടുന്നവരെ തല്ലിയോടിക്കാൻ ജൈവിളികളുമായി കടന്നുവരുന്ന ആക്രോശങ്ങളുമായി കടന്നുവരുന്ന RSSന്റെ ശക്തികളെ നമുക്ക് കാണാൻ കഴിയില്ല. എപ്പോഴാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ആയത്? ആരാണ് ഇതിന്റെ കാരണക്കാർ? ഇന്ത്യയുടെ തെരുവുകളിൽ ബുൾഡോസറുകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കായ ആളുകളുടെ വീടുകൾ തകർക്കപ്പെടുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ, ദളിതരുടെ, ആദിവാസികളുടെ വാസകേന്ദ്രങ്ങളിൽ നിന്ന് അവരെ ആട്ടിപ്പുക പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ വിവിധ മതസമൂഹങ്ങൾ സഹകരണത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിച്ച നാടാണ്. ഇന്ത്യയിൽ മുമ്പും വർഷങ്ങളായി ഹോളി ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളിലൊന്നും ഒരു മതസ്ഥന്റെ ആരാധനാലയങ്ങൾ താർപോളിൻ ഷീറ്റിട്ട് മൂടേണ്ടി വന്നിട്ടില്ല. ആരോടും നിങ്ങൾ നിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ വരരുത് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ രാജ്യം അങ്ങനെയാണ്. എന്തുകൊണ്ടങ്ങനെയായി? ഇന്ത്യ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തോടും സംസ്കാരത്തോടും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോടും യാതൊരു നീതിയും പുലർത്താത്ത ചിത്രശക്തികളാണ്. അവർ ഗാന്ധിജിയെ കൊന്നവരാണ്. ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സംസ്കാരത്തെ അടിവേരോടെ പിഴുതെടുക്കാൻ തീരുമാനിച്ചവരാണ്. നമുക്ക് ഈ രാജ്യത്തെ അവരുടെ വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കണം. എന്തൊക്കെയാണ് അവർ ചെയ്തത്? നിയമങ്ങൾ നിർമ്മിച്ചു,
ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യർക്കിടയിൽ വിവേചനങ്ങളില്ലാത്ത ഭരണഘടനാപരമായ പൗരത്വത്തിനു പകരം മതത്തിന്റെ വേലിക്കത്തിൽ നിന്നുകൊണ്ട് ചിലരെ പുറത്താക്കാൻ പൗരത്വ നിയമ ഭേദഗതി അവർ പാസാക്കിയെടുത്തു. അതേപോലെ തന്നെ രാജ്യത്തിന്റെ കോടതികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്തെ പള്ളിയെ തകർത്തുകൊണ്ട് കൃത്രിമമായ നിയമവിധികളിലൂടെ ഇന്ത്യൻ മുസ്ലിമിന്റെ പാരമ്പര്യങ്ങളെയും ഇന്ത്യ രാജ്യത്തിന്റെ മതേതര സംസ്കാരത്തെയും അവർ തച്ചു തകർത്തു. ഇപ്പോഴിതാ വഖഫ് നിയമ ഭേദഗതി രാജ്യത്ത് പാസാക്കിയിരിക്കുകയാണ്. നീണ്ട ചർച്ചക്കൊടുവിൽ എന്തിനു വേണ്ടിയാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് രാജ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പരമോന്നത കോടതി ചോദിച്ചു, ആർക്കു വേണ്ടിയാണിത്? ഈ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി ഈ രാജ്യത്തെ തകർത്തെറിയാൻ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? വിശാലമായ ആശയ ഗാംഭീര്യത്തോടെയുള്ള സഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തിലൂടെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കും. രാജ്യത്തുടനീളം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തെ സംരക്ഷിക്കാൻ വിശാലമായ കൂട്ടായ്മ രൂപപ്പെടേണ്ടതുണ്ട്. പല സഖ്യങ്ങളും പ്രതിപക്ഷ ഐക്യവും അതിന് പ്രചോദകമാണ്. കൂടുതൽ കരുത്തോടെ അത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ രാജ്യത്തെ ഈ രാജ്യദ്രോഹ ചിത്രശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിന് കരുത്ത് പകർന്നുകൊണ്ടുള്ള മുന്നേറ്റവുമായിട്ടാണ് നമ്മൾ സാഹോദര്യ കേരള പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സാഹചര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വർഗീയതയും വിദ്വേഷത്തിന്റെ വിഷമിത്തും ഈ നാട്ടിൽ മുളപ്പിച്ചെടുക്കാൻ ബോധപൂർവമായി ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. RSSന്റെ ആധിപത്യം കേരളീയ സമൂഹത്തിലും വിഷവിത്ത് വിതച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായ അധികാരത്തിലേക്ക് വരെ ഈ രാജ്യദ്രോഹ ശക്തികൾ കേരളീയ സമൂഹത്തിലും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. വഖഫ് നിയമ ഭേദഗതി രാജ്യത്ത് ചർച്ചയായപ്പോൾ അത് കേരളത്തിൽ എത്ര വലിയ അകച്ചക്കാട് വഴിയൊരുക്കിയതും കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നില്ലേ? നമ്മൾ അറിയുന്നു, സംഘപരിവാർ ശക്തികളുടെ ശത്രു ലിസ്റ്റിലാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉള്ളത്. അവർക്കിടയിലുള്ള വിശാലമായ ഐക്യത്തെ തകർത്തെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ എന്ന് നാം മനസ്സിലാക്കുകയാണ്. കേരളത്തിലും മെല്ലെ മെല്ലെ ആ ചിത്രതയുടെ വിഷവിത്ത് വേരൂന്നി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിക്കാം. സഹോദര്യത്തിന്റെ വിശാലമായ തലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഈ പദയാത്ര ഈ നാടിനോട് സംവദിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആശയം ഇതാണ്. അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകൾ, അതിനുവേണ്ടിയുള്ള കരുത്തുറ്റ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഈ നാട് അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയമായ പരിഹാരങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾക്ക് കരുത്തു പകരാൻ ഈ പദയാത്ര തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പെരുമാതുറയിലാണുള്ളത്. ഞാൻ മുമ്പും ഈ പ്രദേശത്ത് പലതവണ വന്നിട്ടുണ്ട്. മുതലപ്പുഴി നമ്മുടെ മുമ്പിലുണ്ട്. പല സന്ദർഭങ്ങളിൽ അവിടങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ
നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളുമായി സംവദിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്രിമമായി അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട പുലിമുട്ടിനെ കുറിച്ചും അതോടനുബന്ധിച്ചുണ്ടായ വലിയ ദുരിതങ്ങളെ കുറിച്ചുമാണ്. 74ഓളം കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവർ കടലിൽ വിട പറയേണ്ടി വന്ന ദുരനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ യാത്രയുടെ വഴിയിൽ 4-5 കുടുംബങ്ങളിലെ ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരിമാർ എന്റെ അടുത്തേക്ക് വന്നിരുന്നു. അവർ പറയുന്നത്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടൽ ദുരന്തത്തിൽ മുതലപ്പുഴയുൾപ്പെടെ ഉണ്ടായ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ കെടുതിയിൽ ജീവൻ പൊലിയേണ്ടി വന്നവരാണ്. അവരെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ പദയാത്രയിൽ അവർ വന്നു ചേർന്നത്. അവര് പറയാണ്, ഞങ്ങൾക്ക് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത ആശ്വാസധനം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ പലവട്ടം കണ്ടു സംസാരിച്ചിരുന്നു. മന്ത്രി പറയുന്നത് രേഖയിൽ പേരില്ലത്രേ. പക്ഷേ ഈ നാടിന്റെ മത്സ്യത്തൊഴിലാളികളുടെ ചരിത്രത്തിൽ ആ കുടുംബങ്ങളുടെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓഫർ ചെയ്ത ആശ്വാസധനം എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ദുരിതമനുഭവിച്ചുകൊണ്ടാണ് അവർ ഈ നാടിനോട് അവരുടെ ജീവിതത്തോട് വിട പറയേണ്ടി വന്നത്. കഴിഞ്ഞ 7 ദിവസമായി മത്സ്യബന്ധനമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ്. നൂറുകണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. നിരവധിയായ വലിയ ബോട്ടുകൾ, ആയിരക്കണക്കായ കൊച്ചു കൊച്ചു ബോട്ടുകളിൽ വെള്ളപ്പിടി ജോലി ചെയ്യുന്നവർ, മീൻ പിടിക്കുന്നവർ 10,000-ഓളമാണ് അവരുടെ എണ്ണം. ഈ പ്രദേശത്തുകാർ, അതേപോലെ തന്നെ ചുറ്റുപാടുമുള്ളവർ, പുറം ദേശങ്ങളിൽ നിന്ന് വന്നവർ, അവർ സന്തോഷത്തോടെ ജോലി ചെയ്ത് അവരുടെ ജീവിതം പുലർത്തി മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ സമരത്തെ, അവരുടെ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഇന്നലെ ഒരു മന്ത്രി പറഞ്ഞു വെച്ചു, അതെന്തോ ഒരു തീവ്രവാദ പ്രവർത്തനവും അട്ടിമറി പ്രവർത്തനവുമാണ് എന്ന്. കേരള ഗവൺമെന്റിനോട് ഈ പദയാത്ര ആവശ്യപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് സമ്പൂർണ്ണ പിന്തുണ വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. ഏതറ്റം വരെയും നിങ്ങളുടെ സമരത്തെ വിജയിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി കൂടെയുണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് സമരങ്ങൾ ഇങ്ങനെ അസ്ഥിരയായി തോന്നാൻ തുടങ്ങിയത്? ഇവർ സമരം ചെയ്യുന്നത് അവരുടെ ജീവിതത്തെ നിലനിർത്താൻ വേണ്ടിയല്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നു? തീവ്രവാദ ചാപ്പ കുത്തിക്കൊണ്ട് അട്ടിമറിയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ നാട് മുഴുവൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ സമരത്തെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. വിഴിഞ്ഞം അദാനി പോർട്ട് വന്നത് മുതൽ ഈ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ കരിമണൽ ഖനനത്തിന്റെ പേരിൽ ആലപ്പുഴ കൊല്ലം മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന സങ്കീർണമായ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇതാ കടൽ മണൽ ഖനനമെന്ന പേരിൽ ഇരുചട്ടിയിൽ നിന്ന് വറുതിയിലേക്ക് മത്സ്യത്തൊഴിലാളികളെ വലിച്ചെറിയും വിധമുള്ള വലിയ പദ്ധതിയുമായി കേന്ദ്ര ഗവൺമെന്റ് വരികയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിനെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോകാൻ ഈ നാടിന്
കഴിയില്ല. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സംഘം മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും നമ്മുടെ നാട് സാമൂഹ്യ നീതിയുടെ വിശാലമായ തലങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സമൂഹങ്ങൾക്കിടയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നു. സംവരണാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് നാട് എടുത്തെറിയപ്പെടുന്നു. ലഹരി മാഫിയയുടെ പിടിയിലേക്ക് സമൂഹം അകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഭയത്തോടുകൂടെ വീട്ടിൽ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ. വെഞ്ഞാറുമുട്ടിലെ ആ കുടുംബങ്ങളെ ഞാൻ സന്ദർശിച്ചിരുന്നു. അവര് പറയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ കുറച്ചു മാസം മുമ്പ് ഈ സ്വഭാവത്തിലായിരുന്നില്ല. എങ്ങനെയാണ് യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നത്? എങ്ങനെയാണ് ഭയവിഹ്വലമായ അന്തരീക്ഷം വീട്ടകങ്ങളിൽ ഉണ്ടാക്കുന്നത്? നാം അറിയുന്നു, അത് ലഹരിക്കെടുതിയിൽ നാടുപെടുന്നത് കൊണ്ടാണ്. തീർച്ചയായും മദ്യലഹരി മുതൽ രാസലഹരി വരെയുള്ള എല്ലാ ലഹരികളിൽ നിന്നും നാടിനെ വിമോചിപ്പിക്കാൻ ഒരുമിച്ച പോരാട്ടങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടി വെൽഫെയർ പാർട്ടിയും കൈകോർത്ത് നാടിന്റെ നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പദയാത്ര ഉന്നയിക്കുന്നത് നാടിന്റെ നന്മക്കായി നമുക്കൊരുമിച്ച് ഒന്നായി മുന്നേറാമെന്ന മഹത്തായ സന്ദേശമാണ്. അതൊരു വലിയ രാഷ്ട്രീയാശയം കൂടിയാണ്. അഥവാ നാട് അഭിമുഖീകരിക്കുന്ന സകല വിദ്വേഷ ശക്തികളുടെ മേധാവിത്വത്തിൽ നിന്നും ഈ നാടിനെ വിമോചിപ്പിക്കാൻ, അതേപോലെ തന്നെ അനീതിയുടെ കൊട്ടകളിൽ നിന്ന് ഈ നാടിനെ വിമോചിപ്പിച്ചെടുക്കാൻ നീതി പുലരുന്ന പുതിയ ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാനുള്ള ചുവടുവെപ്പിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. സംഘപരിവാർ ശക്തികളുടെ വിദ്വേഷ രാഷ്ട്രീയത്തെയും അവർ വിതക്കുന്ന ആ വിദ്വേഷ രാഷ്ട്രീയത്തെ ഏറ്റെടുത്തുകൊണ്ട് വോട്ട് ബാങ്കിനും ഭരണ തുടർച്ചക്കൊക്കെ വേണ്ടി കേരളത്തിലെ CPM ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കുമെതിരെ ഒരുമിച്ച് സഹോദര്യത്തിന്റെ കൊടിയുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് ഈ നാടിന്റെ മുമ്പിൽ ഈ പദയാത്ര സമർപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആശയം. ഈ പദയാത്രയിൽ അണിചേർന്ന മുഴുവൻ സഹോദരന്മാരെയും സഹപ്രവർത്തകരെയും നാട്ടുകാരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ പോരാട്ടങ്ങൾ നാടിനു വേണ്ടിയുള്ള മുന്നേറ്റങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്കു വേണ്ടി കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം. ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് വെൽഫെയർ പാർട്ടി. നന്ദി.